ഇലക്ഷനൊക്കെ വരാൻ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇപ്രാവശ്യം ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും മെയിനായിട്ട് മതത്തിനെയാണ് കയറി അങ്ങ് പിടിച്ചിരിക്കുന്നത്. ഓൾറെഡി BJP ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവാൻ വേണ്ടി അവർ ഹിന്ദുക്കളെ വോട്ടെല്ലാം പിടിക്കേണ്ട ഒരു പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതേ അവസ്ഥയാണ് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഉള്ളത്. ഇത് ഞാൻ എടുത്തു പറയും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പാലസ്തീൻ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും, അതായത് ഇവിടുത്തെ വലിയ നേതാക്കന്മാരെല്ലാവരും പാലസ്തീൻ ഐക്യദാർഢ്യം, പിന്നെ പ്രചരണം, മീറ്റിംഗ്, മറ്റത് മറിച്ചത് എല്ലാം ചെയ്തു. പക്ഷെ നൈജീരിയയുടെ കാര്യത്തും സുഡാന്റെ കാര്യത്തിലും അത് ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിക്കായാലും ലീഡേഴ്സിനാണെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മുസ്ലിം മതത്തിന്റെ വോട്ട് വേണം. അതുപോലെ തന്നെ BJPക്ക് പിടിച്ചിരിക്കണമെങ്കിൽ അവർക്ക് ഹിന്ദുക്കളെ വോട്ട് വേണം. നമ്മൾ ഇനി ഒരു 2 വർഷം കഴിഞ്ഞുള്ള 2 വർഷമല്ല, ഇനി ഒരു 2 ഇലക്ഷൻ കൂടെ കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോഴെങ്ങനെയാണ്, ഇനി അടുത്ത ഇലക്ഷനും അതിന്റെ അടുത്ത ഇലക്ഷനും കഴിയുമ്പം ഇവിടുത്തെ എല്ലാ പാർട്ടിയുടെ, അതായത് സ്ഥാനാർത്ഥികളും ഏത് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് ആ ലൊക്കേഷനിലുള്ള മതത്തിലുള്ള കയറ്റൽ, അതായത് ആർക്കാണോ ഏത് മതത്തിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് അതിലുള്ള ഒരാളെ പിടിച്ചങ്ങ് സ്ഥാനാർത്ഥിയാക്കും. ഇതാണ് സംഭവിക്കാൻ പോണത്. ഇപ്പോഴും അത് തന്നെയാണ്. അതിന് ഉദാഹരണം തന്നെയാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ഇരട്ടത്താപ്പ്. അവർക്ക് മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം അള്ളാഹു മിത്തല്ലാതായി മാറി, ഗണപതി മിത്തായിട്ട് മാറി. പിന്നെ ട്രെയിനകത്തിരുന്ന് കുറെ പിള്ളേര് RSSന്റെ ഗണഗീതം എന്തോ പാടിയെന്ന് പറഞ്ഞ് അതിനെതിരെ അന്വേഷണമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ജനഗണമന നമ്മളെ സ്കൂളിലുള്ള കുറെ പിള്ളേർ നബിയെ നബിയെ എന്നൊക്കെ ചേർത്ത് പാടി. ഇതിനെതിരെ ഒന്നും ആരും പ്രതികരിച്ചിട്ടില്ല. ഇവിടെ ഉള്ള എല്ലാവർക്കും വോട്ടാണ് ആവശ്യം. അവർ വോട്ടിന് വേണ്ടി ഇവിടുത്തെ മതത്തിനെ പിടിച്ച്, ഇവിടെ വർഗീയത പോലത്തെ ഒരു പരിപാടി തന്നെയാണ്. ഇവർക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പാർട്ടിക്കായാലും നമ്മളെ നാട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റൂ. ഇത് നിങ്ങൾക്ക് സാമാന്യ ബോധമായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു 2 ഇലക്ഷൻ കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാൻ പോണത് സത്യം പറഞ്ഞാൽ എല്ലാം മത കാറ്റഗറി ആയിരിക്കും. നമ്മളെ കേരളം താഴോട്ടാണ് പോണത്. വോട്ട് ചെയ്യണം എല്ലാവരും ചിന്തിക്കണം. കോൺഗ്രസും സെയിം പരിപാടി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും വോട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളെ സ്വപ്നം എന്തായാലും നിങ്ങൾ അത് ചിന്തിക്കണം. നിങ്ങൾക്ക് പണ്ട് മെസ്സിയെ പോലെ ആവണം, റൊണാൾഡോയെ പോലെ ആവണം, ഇലോൺ മസ്കിനെ പോലെ പണക്കാരനാവണം. പക്ഷെ നിങ്ങളിപ്പോൾ പലരും ചെയ്യണത് ഈ മതത്തിന്റെ പിറകെയാണ്. നമ്മളെ നാട്ടില്, അതായത് നമ്മളെ നാട്ടിൽ മത കാറ്റഗറി വെച്ച് ചിന്തിക്കുന്ന ആൾ ഒരുപാടുണ്ട്, ജാതി വെച്ച്. ഇല്ലെന്ന് മാത്രം നിങ്ങൾ ആരും പറയല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇത് നമ്മളെ വരാൻ പോണ തലമുറയ്ക്ക് ഇതൊരു ഗുണമുള്ള കാര്യമില്ല. പണ്ട് അപ്പൂപ്പ നമ്മളെ മതത്തിന് വേണ്ടി അത് ചെയ്തിട്ടുണ്ട്, വേസ്റ്റാണ്. ഡൽഹിയിൽ വലിയൊരു കൂട്ടക്കൊല നടന്നു. അതായത് വലിയൊരു ആക്രമണം പോലെ 10-12 പേര് മരിച്ച്. അതിനെപ്പറ്റി പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സംസാരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവും. അവര് അതിനെതിരെ പ്രതികരിച്ച് ആ കാറ്റഗറിയിലുള്ള വോട്ട് നഷ്ടപ്പെടും. നിങ്ങൾ ഇതേപോലെ മണ്ടന്മാരായിട്ട് ചിന്തിക്കണം. നിങ്ങളെ വോട്ട് നിങ്ങൾ എങ്ങനെ ആർക്ക് കൊടുക്കണമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം.